Debate with Dr. Arun Kumar. തൃശൂർ മേയർക്കെതിരായ വിമർശനത്തിൽ പക്ഷേ VS സുനിൽകുമാർ LDF-ൽ ഒറ്റപ്പെടുകയാണ്. മേയറെ പിന്തുണച്ച് CPM കൗൺസിലർമാർ രംഗത്തെത്തി. മേയർ MK വർഗീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സുനിൽകുമാർ ഉന്നയിച്ചത്. മേയർക്ക് ചോറിങ്ങും കൂറ് BJP-യുടെയുമാണെന്ന് സുനിൽകുമാർ കുറ്റപ്പെടുത്തി. ആരോപണം തെളിയിക്കാൻ സുനിൽകുമാറിനെ മേയറും വെല്ലുവിളിച്ചു. പ്രതികരണങ്ങൾ കൂടി കേട്ട അതിഥികളിലേക്ക്. അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പോ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം. പക്ഷെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടുകൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJP-ക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. അത് ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് മടിയില്ല. കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയറായിരിക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടതാണ്. ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും. അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല. ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ്. ഇന്ന് വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല. ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയതാണ് ചരിത്രം. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം. കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്. അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. തൃശൂർ മേയർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ നൽകിയ ക്രിസ്മസ് പ്ലം കേക്ക് പൊളിറ്റിക്കൽ കേക്കായി. മേയർക്ക് കേക്ക് നൽകിയത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പറയുന്നു. കേരളത്തിൽ മറ്റു മേയർമാർക്ക് കിട്ടാത്ത കേക്ക് തൃശൂർ മേയർക്ക് കിട്ടിയത് എങ്ങനെയെന്നാണ് ചോദ്യം. കേക്ക് പൊളിറ്റിക്കലായോ? അതിഥികളായി നമുക്കൊപ്പം ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രനുണ്ട്. വെൽക്കം, വെരി ഗുഡ് ഈവനിങ് M ജയചന്ദ്രൻ. ഒപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വെരി ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്, ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ്. കേക്കില്ല കയ്യിൽ. അപ്പോൾ എൻ്റെ ചോദ്യം ആദ്യം ഉല്ലാസിൽ നിന്നാണ്. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മേയർമാരുണ്ടായിരുന്നു. കണ്ണൂർ ഒരു മേയറുണ്ട്, കൊടുത്തില്ല. കോഴിക്കോട് വീണ ഫിലിപ്പ് ഒരു ക്രിസ്മസ് ആഘോഷങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ള മേയറാണ്, ആ മേയർക്ക് കൊടുത്തില്ല. തൃശ്ശൂർ വന്ന് ഒരു മേയർക്ക് കൊടുത്തു, പക്ഷേ പിന്നീട് നിങ്ങൾ കൊച്ചിയിലോട്ട് പോയില്ല. എന്താണ് ഈ തൃശ്ശൂർ മേയർക്ക് മാത്രം കേക്ക് കൊടുക്കാൻ BJP-ക്ക് ഒരു പ്രത്യേക സ്നേഹം? ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരം പറയാം. കാരണം നമുക്ക് അരമണിക്കൂറുള്ളതുകൊണ്ട് ആദ്യം തവണ കിട്ടുന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. ഒന്ന്, ഒരു കേക്ക് കൊടുക്കുന്നതിൽ ഒരു വിവാദമുണ്ടാക്കിയതിൽ വളരെ വിഷമകരമായ കാര്യമാണ്. ബഹുമാനായിട്ടുള്ള സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പാടാത്തതായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു അത്. K സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ അടൽ ബിഹാരി വാജ്പേയിജിയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു കാലത്തുണ്ടായിരുന്നത്. ആ പരിപാടി കഴിഞ്ഞ് തൃശ്ശൂരിൽ പിതാവിനെയും കണ്ടു, അദ്ദേഹത്തിനും കേക്ക് കൊടുത്തു. നെക്സ്റ്റ് അദ്ദേഹം കോട്ടയത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പോണ വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും കയറി അദ്ദേഹത്തിനും കേക്ക് കൊടുത്തു. വളരെ സൗഹാർദ്ദപരമായി, ഞാനടക്കമുണ്ടായിരുന്ന പരിപാടി, ഞാനും പോയിരുന്നു കേക്ക് കൊടുക്കാനായിട്ട്. അദ്ദേഹം സ്വീകരിച്ചു, അദ്ദേഹം കേക്ക് വാങ്ങിച്ചു, അദ്ദേഹവും ഒരു കേക്ക് തന്നു. ആ കേക്ക് എല്ലാവരും മുറിച്ച് കഴിച്ചു. ഒരു സൗഹാർദ്ദപരമായിട്ട് കൃത്യമായി നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ആ സ്നേഹ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേക്കുമാണ് ഞങ്ങൾ കൊടുത്തു പോകുന്നത്, വേറെ അതിന് രാഷ്ട്രീയമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. VS സുനിൽകുമാർ ഇക്കാര്യം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് തന്നെ മേയറുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ബഹുമാനായിട്ടുള്ള തൃശ്ശൂർ MLA ബാലചന്ദ്രൻ്റെ വീട്. അദ്ദേഹം ഇതേ സമയത്ത് അവിടെ വരികയും സ്വാഭാവികമായിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് സുരേന്ദ്രനെ കാണുമ്പോൾ അദ്ദേഹം അവിടെ വന്നു.
സുരേന്ദ്രേട്ടൻ ഒരു കയ്യും കൊടുത്ത് ആണ് തൃശ്ശൂർ MLA CPIയുടെ ബാലചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിന് ഒരു കൈ കൊടുത്ത് ഒരു ഹായ് പറഞ്ഞ് അതേ മേയറുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പിരിഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അങ്ങയുടെ ഇപ്പം ഞാനിരിക്കുന്ന ഈ റിപ്പോർട്ടർ TVയുടെ സ്റ്റുഡിയോയിലത്തെ ഇങ്ങോട്ട് ഇവിടുത്തെ റിപ്പോർട്ടറോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ ആ CPI മെമ്പർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല, മേയർക്കും ഒരു വിരോധമുണ്ടല്ല. ഒരു സ്നേഹ സന്ദേശം സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാർ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നതിലും ഒരു വിരോധമില്ല. എന്നെ അത് സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇന്ന് മേയർ വളരെ കൃത്യമായി പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കേക്കുകൾ മുറിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത്. അതിനെപ്പോലും രാഷ്ട്രീയമായിട്ട് കാണുന്നുണ്ട്, അതിനെപ്പോലും ഒരു ഇതുപോലെയുള്ള തെറ്റായ ചിന്താഗതിയിൽ ശ്രീ ബഹുമാനായി VS സുനിൽകുമാർ കാണുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വിരോധമാണ്. പക്ഷേ എന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി, മേയർമാർക്ക് എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അത് തൃശ്ശൂർ വന്നപ്പോൾ BJP അധ്യക്ഷൻ പോയി തൃശ്ശൂരിലെ മേയർക്ക് ഒരു കേക്ക് കൊടുത്തു എന്നുള്ളതാണ്. സംശയമുണ്ടാവാനുള്ള കാരണം മറ്റു മേയറുകളിൽ നിന്ന് വ്യത്യസ്തമായ പലപ്പോഴും നമ്മുടെ ഈ തൃശ്ശൂരിലെ മേയർ ശ്രീ വർഗീസ് പലതരം പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഫിറ്റാണ്, അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു, അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലോടുന്നു. ഇതൊക്കെ അടുത്ത BJP ടിക്കറ്റ് വർഗീസ് ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രചരണത്തിനിടയാക്കിയിട്ടുണ്ടേ. ആ സാഹചര്യത്തിൽ കേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമല്ലേ ഈ സംശയം? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അല്ല, തൃശ്ശൂരിലെ സുരേഷ് ഗോപി ഫിറ്റാണ് എന്ന് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും തൃശ്ശൂരിൽ ഫിറ്റാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തികൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സുരേഷ് ഗോപി അത്രയ്ക്കധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നേ. രാജ്യസഭ MP ആയിരുന്ന സമയത്തും അതിനുശേഷവും ഇനിയും തൃശ്ശൂർ കോർപ്പറേഷനോട് എന്നും ചേർന്ന് നിന്ന് കോർപ്പറേഷൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പൊടി മേലെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അത് നേരിട്ട് വളരെ കൃത്യമായി അറിയുന്ന ആളല്ലേ. കേക്ക് ഡിപ്ലോമസിയുടെ ഭാഗമല്ല അല്ലേ? അല്ല, ഇത് കേക്ക് ഡിപ്ലോമസി എന്ന് പറയപ്പെടുന്നതിനെ നിങ്ങൾ അതിനെ ചെറുതാക്കി കാണണ്ട. ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആശയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ സ്നേഹ സന്ദേശയാത്ര സുനിൽകുമാറിനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് സംഭവിക്കുന്ന പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ദുഃഖവൈകല്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് അത് സംഭവിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാലം ഇന്ന് വരെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അവിഷാദ രോഗത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല എന്ന് വേണം ഞങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ. അരുൺകുമാർ നമ്മൾ ഈ ചർച്ചയെടുത്തത് അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അല്ലല്ലേ, കോഴിക്കോട് എന്നല്ല, തൃശ്ശൂരിലെന്നല്ല, കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എന്തുകൊണ്ട് വർഗീസിനോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം? അതാണ് ചോദ്യം. ഫിലിപ്പിനോടില്ലാത്ത സ്നേഹം എങ്ങനെയാണ്? എന്തുകൊണ്ട് തൃശ്ശൂരിലുള്ള തൃശ്ശൂരിലുള്ള സംസ്ഥാന അധ്യക്ഷന് തൃശ്ശൂരിലെ മേയർക്ക് ഒരു കേക്ക് കൊടുത്തുകൂടാ എന്നുള്ള ഒരു തിരിച്ചു ചോദ്യം. അതിലെന്താ BJP സംസ്ഥാന അധ്യക്ഷൻ തൃശ്ശൂരല്ലോ, അദ്ദേഹം വടക്കൻ ജില്ലയിലുള്ള ഒരാളല്ലേ. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും മേയർക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത് കേക്ക്? ഈ തൃശ്ശൂർ വരെ വരാനുള്ള കാരണം എന്താ? അദ്ദേഹം കേരളത്തിലുള്ള ആളല്ലേ, സ്വാഭാവികമായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടി തൃശ്ശൂരാണ്. അദ്ദേഹം തൃശ്ശൂരിൽ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തൃശ്ശൂരിലെ പിതാവിനെയും അദ്ദേഹത്തിന് സന്ദർശിക്കണമായിരുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം യാത്ര BJP സംസ്ഥാന അധ്യക്ഷൻ അതിലെന്താ വിരോധമുള്ളത്? അദ്ദേഹം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും കണ്ടിട്ടുണ്ട്. താമരശ്ശേരി ബിഷപ്പിനെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ സ്നേഹ സന്ദേശ യാത്രയുടെ ഒരു വക്താവായി തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് BJPയുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എല്ലാ സ്ഥലത്തും ഈ സ്നേഹ സന്ദേശ യാത്രയും കേക്ക് കൈമാറലുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ മേയർക്കും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങുന്ന സമയത്ത് CPIയുടെ തൃശ്ശൂർ MLAയും അദ്ദേഹം കണ്ടിരുന്നു. സൗഹൃദം എന്ന് പറയപ്പെടുന്ന വലിയൊരു കാര്യം. ഈ സുനിൽകുമാറിന്റെ വീട്ടിൽ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ശ്രീ കെ സുരേന്ദ്രൻ VS സുനിൽകുമാറിന്റെ അന്തിക്കാട് വീട്ടിൽ പോയി ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ട്. സുനിൽകുമാറിന്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഇതേ സുനിൽകുമാർ ഉള്ളേരിയിലെ സുരേന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിട്ട് ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മനുഷ്യത്വപരമായ സ്വാഭാവികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. പക്ഷേ വർഗീസിന്റെ കാര്യത്തിൽ സംഭവിച്ചപ്പോൾ സുനിൽകുമാറിന് ഒരു തെല്ലു ദുഃഖത്തോടു കൂടിയുള്ള നീരസം തോന്നി എന്നുള്ളതാണ് വാസ്തവം. നമുക്കൊപ്പം ശ്രീ ജയചന്ദ്രനുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഈ കേക്ക് കൊടുക്കലൊക്കെ വിവാദമാക്കി മാറ്റമായിരുന്നു. യഥാർത്ഥത്തിൽ LDFിലെ മറ്റാരും തന്നെ ഇപ്പോൾ
പിന്തുണ അറിയിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറെക്കുറെ ഈ വിഷയത്തിൽ വി എസ് സുനിൽകുമാർ ഒറ്റപ്പെട്ട മട്ടാണ്. ഈ സംശയത്തിന് വല്ല കഴമ്പുണ്ടോ ശ്രീ ജയചന്ദ്രൻ മാഷേ? കേക്ക് കൊടുത്തു, വാങ്ങിച്ചു, കഴിച്ചു, അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതിയോ? അതല്ല ഇത് കേക്ക് ഡിപ്ലോമസിയുടെ ഭാഗമാണോ? ഇതിൻ്റെ അകത്ത് ഡോക്ടർ അരുൺ, എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി എസ് സുനിൽകുമാർ. പക്ഷെ അദ്ദേഹം ഇപ്പോ ഈ ഒരു വിഷയം എടുത്ത് ഇടേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ക്രിസ്മസ് ദിനത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, മേയറുടെ വീട്ടിൽ പോയതാണല്ലോ ഇപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം. സുരേന്ദ്രൻ പോയതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് സുനിൽകുമാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനത് അക്നോളജ് ചെയ്യുന്നു. സുരേന്ദ്രൻ പോയതിന് രാഷ്ട്രീയ ലാക്ക്, ലക്ഷ്യം ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ ലാക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതുക. കാരണം BJP പ്രസിഡന്റാണ് സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ ലാക്ക് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നും ആർക്കും ആരോപിക്കാൻ കഴിയില്ല. പക്ഷേ ആരോപിക്കേണ്ടത് മേയർ വർഗീസിലാണ്. വർഗീസ് അത്തരത്തിലുള്ള നിലപാടുകൾക്കും നടപടികൾക്കും കീഴ്പ്പെട്ട് നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് കാതലായ ചോദ്യം ഉയരുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനുവേണ്ടി ഇത്തരം ഒരു നടപടിയിലേക്ക് സുനിൽകുമാർ ഇപ്പോൾ പോകേണ്ടിയിരുന്നില്ല. കാരണം തൃശ്ശൂരെ LDFന്, തൃശ്ശൂരിലെ CPIക്ക്, തൃശ്ശൂരിലെ CPMന്, ആർക്കും, തൃശ്ശൂരിലെ JDSന്, തൃശ്ശൂരിലെ ഞാൻ കോർപ്പറേഷനിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, തൃശ്ശൂരിലെ കേരള കോൺഗ്രസ് മാണിക്ക്, ഇവർക്ക് ആർക്കും മേയർ BJP പക്ഷപാതിത്വം ഏതെങ്കിലും തരത്തിൽ കാണിക്കുന്ന ആളാണ് എന്നൊരു ആക്ഷേപം ഇല്ല ഡോക്ടർ അരുൺ. അതാണ് നിലവിലത്തെ സ്ഥിതി. പക്ഷേ സുരേഷ് ഗോപിയുടെ വിവാദം വന്നല്ലോ ഏറ്റവും ഒടുവിൽ, ഇലക്ഷൻ കാലത്തല്ല, അതിനുശേഷം ജൂലൈ 6-ന് ഒരു വിവാദം വന്നല്ലോ. അതിനുശേഷം CPM ജില്ലാ കമ്മിറ്റി ശക്തമായി മേയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു, ഇത്തരത്തിലുള്ള അനവസരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം CPMന്റെ പാർട്ടി മെമ്പറല്ല, ഒരു പാർട്ടിയിലും മെമ്പറല്ല വർഗീസ്. അപ്പൊ അദ്ദേഹത്തിന് ആ പാർട്ടി ഫോറത്തിലുള്ള ഒരു നിർദ്ദേശവും നൽകാൻ കഴിയില്ല, ഘടകത്തിന്റെ അകത്ത് നിന്നുകൊണ്ട്. അതേസമയം മേയർ എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് 6 മേയർമാരാണുള്ളത്. ഒരെണ്ണം കോൺഗ്രസിനും ബാക്കി 5 LDFനുമാണ്. അപ്പൊ അത്തരത്തിൽ നിൽക്കുന്ന ഒരു മേയർ ഈ തരത്തിൽ അനൗചിത്യം കാണിക്കരുത് എന്ന നിർദ്ദേശം വ്യക്തമായിട്ട് മേയർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു CPIM. പക്ഷെ ഇപ്പോ അത് മാറി വീണ്ടും ഒരു വിവാദത്തിലേക്ക് വന്നു. വിവാദത്തിലേക്ക് വരാൻ ഇടയായ കാരണം മേയർ വിശദീകരിച്ചു, എനിക്ക് അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ CPIMന്റെ LDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്, ഇതിനെ അങ്ങനെ ചിത്രീകരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ CPM അതിനെ അങ്ങനെയല്ല കാണുന്നത് എന്നുള്ള മറ്റൊരു വസ്തുത പുറത്ത് പറയുന്നില്ല. ഒരു നേതാവും CPMന്റെയോ CPIയുടെയോ നേതാക്കന്മാരാരും ഇത് സംബന്ധിച്ച് വിമർശനങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. എന്നാൽ നാളെ രാവിലെ തൃശ്ശൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്. ഈ വിഷയം ഗൗരവമായി തന്നെ നാളെ ചർച്ചയ്ക്ക് എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിൽ സുനിൽകുമാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അത് ശരിയല്ല ഞാൻ പറയുമ്പോൾ എന്നെപ്പോ ഒരാൾ പറയുന്നു. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് അങ്ങനെയല്ല തോന്നുന്നത്. സുനിൽകുമാർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതടക്കം പരിശോധിക്കണം. മാത്രമല്ല അനിലക്കര ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു, ഇത് CPMന്റെ തൃശ്ശൂർ ഘടകത്തിന് മാത്രമേ ഇതിലെ രാഷ്ട്രീയം മനസ്സിലാക്കാതെയുള്ളൂ. കാരണം മണ്ണിൽ തലപൂഴ്ത്തി വെച്ചിരിക്കുന്ന ഒട്ടകപക്ഷിയാണ് തൃശ്ശൂരിലെ CPM എന്നുള്ളതാണ് അനിലക്കരയുടെ ആരോപണം. ഉല്ലാസ് ബാബു, ഇടതു നിരീക്ഷകനായ ജയചന്ദ്രന് പോലും വി എസ് സുനിൽകുമാർ പറഞ്ഞത് രാഷ്ട്രീയമായി ദഹിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും വി എസ് സുനിൽകുമാർ പറയുന്നത് ഈ ചോറിങ്ങും കൂറങ്ങുമായി കുറച്ചു കാലമായിട്ട് ഈ വർഗീസ് കളി തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. നിങ്ങളും വർഗീസിനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കരക്കമ്പി. മാത്രമല്ല നാളെ ചേരുന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണല്ലോ BJPയുടെ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത്. അതിൽ വർഗീസിനെ ഏതെങ്കിലും തരത്തിൽ ഉല്ലാസ് ബാബു നിങ്ങൾ നോട്ടമിട്ടിട്ടുണ്ടോ? തുറന്നു പറഞ്ഞാൽ. ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഇപ്പം ഇന്നത്തെ ഒരു വിഷയത്തിൽ സുനിൽകുമാർ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയമല്ല ഞങ്ങളിവിടെ ചെയ്തത്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സന്ദേശയാത്ര കൈമാറിയതാണ് വളരെ കൃത്യമായിട്ട് അവർ സ്നേഹ സന്ദേശം. രണ്ടാമത്തെ കാര്യം ഞാൻ ഓർക്ക് വരട്ടെ, ഇന്ന് എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് സുനിൽകുമാർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വരിയിലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുത്തിത്തിരിപ്പാണ് ഇതെന്ന്. ഇതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. ഇത് അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു. കാരണം അദ്ദേഹത്തിന് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ അഭ്യാസങ്ങളുണ്ട്. നമ്മുടെ ഓർത്തഡോക്സ് മദ്രസനാധിപൻ ആരാ? മിലിറ്റിയോസ് തിരുമേനിക്ക് കേക്ക് കൊടുത്തായിരുന്നു. എന്താണ് കുഴപ്പം? ഓർത്തഡോക്സ് അല്ല,
തൃശ്ശൂരിലെ ഓർത്തഡോക്സിൻ്റെ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അന്നത്തെ കോട്ടയം ഭദ്രാസനത്തിനെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലമാണ്, ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ പരിപാടികൾക്കും പോകുന്ന സ്ഥലമാണ്. നമ്മൾ അതിനകത്ത് ഇപ്പോൾ സുനിൽകുമാർ മേയറുടെ വീട്ടിലേക്ക് ഒരു കേക്കും അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു സന്ദർശനവും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ യാതൊരുവിധ രാഷ്ട്രീയവും അതിനകത്ത് കാണേണ്ടതില്ല. അവിടെ സുനിൽകുമാർ രാഷ്ട്രീയം കാണുന്നുവെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളോട് സുനിൽകുമാറിന് വിരോധമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസങ്ങൾക്കും ക്രിസ്മസിനോടും ക്രിസ്മസ് കേക്കിനോടും സ്നേഹ സന്ദേശങ്ങളോടും സ്നേഹത്തെ കൈമാറുന്നതിനോടും പരിപൂർണ്ണ വിരോധിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിലൊക്കെ രാഷ്ട്രീയം മാത്രം കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും രാഷ്ട്രീയം ഭക്ഷിച്ച് രാഷ്ട്രീയം വിസർജിച്ച് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ചില കാര്യങ്ങളിലൊക്കെ സൗഹൃദമുണ്ടാവും, സ്നേഹമുണ്ടാവും, ആത്മബന്ധങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മേയറെ പോയി കാണുന്നു, ആ മേയർക്ക് ഒരു സ്നേഹ സന്ദേശം കൊടുക്കുന്നു, ഒരു കേക്ക് കൊടുക്കുന്നു എന്നുള്ളതിൽ മുഴുവൻ ഇതേപോലെയുള്ള ലാക്കാണ്, കണ്ണാണ്, സൂത്രമാണ് എന്ന് സുനിൽകുമാറിന് തോന്നുന്നുണ്ടെങ്കിൽ അപക്വമായ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹത്തിന് കാണുന്നത്. അദ്ദേഹത്തിന് ആ പരാജയം സംഭവിച്ചതിന് ശേഷം ആ പരാജയത്തെ ഉൾക്കൊള്ളാൻ ഇന്നും പറ്റാത്തത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെ കുത്തിത്തിരിപ്പുമായിട്ട് പറഞ്ഞ പോലെ ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിൽ നിന്ന് അവരെ മാറ്റി കേക്ക് കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയാണോ ഈ യാത്ര? അല്ല, ക്രിസ്തീയ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഡൽഹിയിൽ നടന്ന പരിപാടിയിലുള്ള ഓരോ പ്രസംഗവും നിങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാർപ്പാപ്പയെ ക്ഷണിച്ചതായിക്കോട്ടെ, അവിടേക്ക് നമ്മുടെ ഒരു ടീമിനെ വിട്ടതായിക്കോട്ടെ, പൂവക്കാടൻ അച്ഛൻ്റെ പരിപാടിക്ക് വിട്ടതായിക്കോട്ടെ, ഏത് കാര്യത്തിലാണ് എങ്കിലും ക്രിസ്തീയ വിശ്വാസികളോടും ക്രിസ്തുമസിനോടും ഒക്കെ ഞങ്ങൾ നിലനിർത്തി പോരുന്ന ഒരു ശൈലിയുണ്ട്. ഞങ്ങൾ ആ സ്നേഹ സന്ദേശം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു. ഒരു സ്നേഹ സന്ദേശ യാത്രയെ ഇങ്ങനെ വിവാദമാക്കേണ്ടിയിരുന്നോ എന്നാണ് BJP ആവർത്തിച്ച് ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും ചില കേന്ദ്രങ്ങളിലെങ്കിലും VS സുനിൽകുമാർ ഉയർത്തിയ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്. കാരണം ഒരു ഭാഗത്ത് പുൽമേട് തകർക്കുന്നു, മറുഭാഗത്ത് സ്നേഹ സന്ദേശ യാത്ര പോകുന്നു. മണിപ്പൂരിൽ ഇതുവരെയും പ്രധാനമന്ത്രി എത്തിയിട്ടില്ല. മിലിത്തിയോസ് തിരുമേനിയുടെ വിമർശനം വന്നു. അവിടെ ഒരു നിലപാട്, ഇവിടെ ഒരു നിലപാട്, ഇതിനെ മറ്റെന്തോ പറയുമെന്നൊക്കെ മിലിത്തിയോസ് തിരുമേനി വിമർശിക്കുന്നു. അപ്പോഴാണ് കേക്കുമായി വർഗീസിന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ബീന ഫിലിപ്പിന് കേക്ക് കൊടുക്കുന്നതുമില്ല. അപ്പോൾ ഇതൊക്കെ തൃപ്തികരമായ വിശദീകരണങ്ങളായി തോന്നുന്നുണ്ടോ ജയചന്ദ്രൻ മാഷേ? അത് ആ കാര്യം ഒന്ന് പറയാൻ പോലീസ് ചാവക്കാട് തടയുന്നു. അല്ല, എന്നോടല്ലേ ചോദ്യം? അതെ, അതെ, പറയാനുള്ളത് ഈ തൃശ്ശൂർ മേയർ ശ്രീ വർഗീസും കൂടെ ഇത് കേൾക്കുന്നെങ്കിൽ അദ്ദേഹത്തോട് കൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും മറ്റൊരു വർത്തമാനം കുറച്ച് നാളായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ വർഗീസ്, ഇപ്പോഴത്തെ തൃശ്ശൂർ മേയർ, BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ വരും എന്നാണ് കേൾക്കുന്ന ഇപ്പോഴത്തെ കരക്കമ്പി. അതൊരു കരക്കമ്പിയായിട്ട് മാത്രമേ ഇപ്പം ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ CPIയുടെ സീറ്റാണ് തൃശ്ശൂര്. അവിടെ ശ്രീ ബാലചന്ദ്രനാണ് ഇപ്പോൾ MLA. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് മേയർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് വരെയുള്ള വാർത്തകൾ അവിടുന്ന് പുറത്തു വരുന്നുണ്ട്. ആ തരത്തിലേക്ക് പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ ആരും ഒരു അന്വേഷണം പോലും തുടങ്ങിയിട്ടുമില്ല. എങ്കിലും ഇത് കരക്കമ്പിയായിട്ട് മാത്രം നിൽക്കട്ടെ, അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നതും. ഏതായാലും ആ തരത്തിലേക്കൊക്കെ ഒരു മേയർക്ക് പോകാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ പിന്നെ കോർപ്പറേഷനിലെ കക്ഷിനില തന്നെയാണ്. ഒരൊറ്റ മേയറുടെ ബലത്തിലാണല്ലോ തൂങ്ങി നിൽക്കുന്നത് ഭരണം. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലൊരു തലോടൽ അദ്ദേഹത്തിന് ഭരണകക്ഷികളിൽ നിന്ന്, അതായത് ഭരണ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് വിമർശകർ പറയാറുള്ളത്. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും അത് പിന്നെ തലോടൽ അദ്ദേഹം നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴെങ്കിലും ഈ പിന്നെ ബിയോണ്ട് ദ ലിമിറ്റ്സ്, അതിർവരമ്പുകൾ ലംഘിച്ച് ചാടാൻ ഒരു ത്വര നിരന്തരം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് മേയർ ശ്രീ വർഗീസ് മാറാറുള്ളത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ കേട്ടോ, ശത്രുക്കളല്ല പറയുന്നത്. അപ്പൊ അതൊക്കെ മേയർ ഉൾക്കൊള്ളുന്നത് പിന്നെ നല്ലതാണ്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളന ഇന്നത്തെ പ്രസ് മീറ്റിലെ മറുപടിയൊക്കെ നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ സുനിൽകുമാറിനോട് പോയി ചോദിക്കൂ എന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് അവിടെ എന്തോ മണക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ പിന്നെ ഗന്ധങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ അദ്ദേഹം പരിശുദ്ധനാകണം എന്ന് ഞാൻ പറയില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്യാസമൊന്നുമല്ല, അതിൻ്റെ ആയിട്ടുള്ള വഴികൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് സന്യാസിയൊന്നും ആവണമെന്ന അർത്ഥവുമില്ല. പക്ഷേ ഒരു വ്യക്തത വേണം. ഞാൻ LDFകാരനാണ്, CPMകാരനാണ്, ഞാൻ അവരുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സുനിൽകുമാറിനെ പോലുള്ള നേതാവിനെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
അതിന് ന്യായീകരണമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും വിമർശിക്കുന്നില്ലല്ലോ എന്നെ എന്ന് പറയുന്നതൊന്നും അതിലൊന്നും ഒരു പക്ഷേ ഉല്ലാസ് അർത്ഥം ഞാൻ ബാബു കാണുന്നില്ല. മറ്റൊരാഖ്യാനം കൂടി നൽകുന്നുണ്ട്. ഈ സുനിൽകുമാറിന് ഈ ക്രിസ്മസ് ആഘോഷങ്ങളോട് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അതങ്ങോട്ട് ദഹിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ്. എന്താ കരോൾ പോലീസ് തടഞ്ഞപ്പോൾ, ചാവക്കാട് പോലീസ് കരോളിന്റെ ഭാഗമായി തടഞ്ഞ സമയത്ത് ഈ സുനിൽകുമാർ എന്താ ആ പോലീസ് ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ആഖ്യാനം കൂടി വരുന്നുണ്ട്. അത് സുനിൽകുമാറിന് ഗുണകരമായിരിക്കുമോ? സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ഈ സുനിൽകുമാറിന് ഉണ്ടായില്ലേ? എന്താണ് ഞാൻ കേട്ടില്ല. ചോദ്യം ഒന്ന് പറയാമോ? അതായത് വി എസ് സുനിൽകുമാർ ഇത് കേക്ക് കൊടുത്തത് കൊണ്ടാണല്ലോ വി എസ് സുനിൽകുമാറിന് അതിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ചാവക്കാട് പോലീസ് ക്രിസ്മസ് കരോൾ സംഘത്തെ തടഞ്ഞതും ഒന്നും വി എസ് സുനിൽകുമാറെ കാണാതെ പോയതാണോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഖ്യാനം കൂടി വെക്കുന്നുണ്ട് BJP. അല്ല, അങ്ങനെയല്ല. മേയർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്വങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ലെന്ന് ഞാനതാ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ നാളെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം കൂടെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ മറ്റെന്താണ്? താങ്ക് യു. എനിക്കൊന്നു ജയചന്ദ്രൻ മാഷി ക്രിസ്മസ് കേക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും ഇത്തവണ. BJP ഭരിക്കുന്ന കാലത്ത് പോലെ രക്ഷയില്ലാത്ത അവസ്ഥയാണ് ബഹുമാനായ അരുൺകുമാർ. ജയചന്ദ്രൻ പോലും രക്ഷയില്ലാത്ത അവസ്ഥയായി CPM ഭരിക്കുമ്പോൾ. അതുപോലെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത്. ജയചന്ദ്രൻ മാഷെ, വെരി ഗുഡ് നൈറ്റ് രണ്ടുപേർക്കും. എന്തായാലും നാളത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് കരുതുന്നത്. ഒരു കേക്കല്ലേ എന്ന് ചോദിച്ചാൽ ആ കേക്ക് പൊളിറ്റിക്കലാണ് എന്ന് വി എസ് സുനിൽകുമാറിന് തോന്നുന്നു. പക്ഷേ ഇടതുപക്ഷത്തെ മറ്റാർക്കും നിലവിലത് തോന്നിയിട്ടുമില്ല എന്നതാണ് വാസ്തവം. Debate with Dr. Arun Kumar.